പ്രജീഷ്, സരിത നായർ കോടതിയിൽ ഇന്ന് സോളാർ കമ്മീഷന് മുൻപാകെ ഹാജരാക്കിയിരിക്കുന്നവയിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ഇവയാണ്. ജിക്കുമോൻ, അതായത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ജിക്കുമോനുമായിട്ടുള്ള മെയിൽ സന്ദേശങ്ങൾ, അതോടൊപ്പം ചില ഒബ്സീൻ വീഡിയോസ്, അതോടൊപ്പം തന്നെ ബെന്നി ബെഹന്നാൻ, മുൻ MLA ബെന്നി ബെഹന്നാനുമായിട്ടുള്ള ടെലിഫോൺ കോൺവെർസേഷൻ, അത് സരിതയുടെ സുഹൃത്തും ബന്ധുവുമായിട്ടുള്ള വിനുകുമാർ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ, അതോടൊപ്പം തന്നെ വാസുദേവ ശർമ്മ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയുമായി സരിത നടത്തിയിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സുകൾ, അതോടൊപ്പം തന്നെ ഒപ്പം വിനുകുമാറും വാസുദേവ ശർമ്മയുമായി സംസാരിച്ചിട്ടുള്ള ശബ്ദരേഖ, അതോടൊപ്പം തന്നെ എവിഡൻസസ് ഓഫ് കോണ്ടാക്ട് വിത്ത് വിഷ്ണുനാഥ്, PC വിഷ്ണുനാഥുമായി സംസാരിച്ചതിൻ്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകൾ, അതോടൊപ്പം തന്നെ മോൻസ് ജോസഫുമായി സംസാരിച്ചതിൻ്റെ തെളിവുകൾ, ഡീറ്റെയിൽസ് ഓഫ് ഡൽഹി കേസ് അഗൈൻസ്റ്റ് CM, മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസിൻ്റെ വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ എവിഡൻസ് ഓഫ് കോണ്ടാക്ട് വിത്ത് മിസ്റ്റർ പളനി മണിക്കം, ഫോർമർ MOS ഫിനാൻസ്, ഇമെയിൽ കോപ്പി ഓഫ് ടെന്നി ജോപ്പൻ ആൻഡ് N സുബ്രഹ്മണ്യം, ഇത്തരത്തിൽ ഉള്ള വിവരങ്ങളാണ്. 4 പേരുമൊത്തുള്ള ദൃശ്യങ്ങൾ സരിത കൈമാറിയെന്ന് സരിത പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചും ശ്രീധരൻ നായർ മുഖ്യമന്ത്രിയെ കാണുന്ന ദൃശ്യങ്ങൾ കൈമാറിയെന്ന് കൂടി പറയുന്നുണ്ട് ദിനകർ. പ്രജീഷ്, അതോടൊപ്പം തന്നെ അവർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു പെൻഡ്രൈവും സോളാർ കമ്മീഷന് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് എന്നും സരിത തൻ്റെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 4 പേരുമായി താൻ ബന്ധപ്പെട്ടതിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് സരിത വ്യക്തമാക്കുന്നത്. സോളാർ കമ്മീഷന് മുൻപാകെ ഉമേഷ് ടെലിഫോൺ ലൈനിലുണ്ടോ? ഉമേഷിലേക്ക് എത്താം. അപ്പം 4 പേരുമൊത്തുള്ള ദൃശ്യങ്ങൾ കൂടി സരിത പറയുന്നുണ്ട്. മല്ലേലി ശ്രീധരൻ നായരുമൊത്ത് കണ്ടതിൻ്റെ ദൃശ്യങ്ങളും ഉണ്ട് എന്ന്, അത് സമർപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അല്പസമയത്തിനകം അതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ സരിത വീണ്ടും മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നാളെ പുറത്തോട്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അടൂർ പ്രകാശ്, AP അനിൽകുമാർ, മുൻമന്ത്രി KC വേണുഗോപാൽ, പിന്നെ ആര്യയുടെ മുഹമ്മദ്, അവർക്ക് 4 പേർക്കും എതിരെയുള്ള വീഡിയോ എൻ്റെ കയ്യിലില്ല. പക്ഷെ അതിലുള്ള 2 പേരുടെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് AP അനിൽകുമാറിന്റെയും റോസ് ഹൗസുമായി ബന്ധപ്പെട്ട വീഡിയോ എന്ന് പറയുന്നതാണോ? അതല്ല, അതിൽ 2 തരത്തിലാണുള്ളത്. അതിനെപ്പറ്റി നമ്മൾ എന്താ പറയുക, ഇങ്ങനൊരു പെട്ടെന്നൊരു ഐഡിയ സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഒരു മന്ത്രി നമ്മളെ വിളിച്ചിട്ട് മറ്റൊരു മന്ത്രിക്ക് വേണ്ടി, അതായത് ഒരു നേരത്തെ ഒരു മുൻ മന്ത്രിക്ക് വേണ്ടി നമ്മളെ ട്രാപ്പിൽപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തെളിവുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, എനിക്ക് മറ്റൊരു മന്ത്രിയിൽ നിന്ന്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതിന് സഹായകമായി നിന്ന മന്ത്രിയിൽ നിന്ന് പിന്നീട് എനിക്ക് നേരിടേണ്ടി വന്ന ഡൽഹി പിന്നെ കേരള ഹൗസിൽ വെച്ച്, അതിനുശേഷം ഇവിടെ നമ്മുടെ ലേ മെറിഡിയനിൽ വെച്ചുമുണ്ടായ അനുഭവങ്ങളുടെ ഒരു തെളിവുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു മന്ത്രി വേറൊരു മന്ത്രി വഴി സരിതയെ ട്രാപ്പിൽപ്പെടുത്തിയെന്നാണോ? അതെ, അങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്ത് ട്രാപ്പായിരുന്നു അത്? എന്താണ് അവർ ഉദ്ദേശിച്ചത്? അവരുടെ ട്രാപ്പ് എന്താണെന്ന് എനിക്കല്ല. ഒരു വർഷമായിട്ട് ഏകദേശം ഒരു മന്ത്രി ഒരു ഇനോഗ്രേഷന് വരാൻ വേണ്ടി, നമ്മൾ കേന്ദ്രമന്ത്രിയുടെ ഇനോഗ്രേഷന് വരാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ പകരം ഇന്ന ആൾ ഡൽഹിയിൽ വന്ന് സംസാരിച്ചാൽ മാത്രമേ തരുള്ളൂ. ആദ്യം സമ്മതിച്ചു. അതിനുശേഷം ഡൽഹിയിൽ വന്നാൽ മാത്രമേ ഡൽഹിയിൽ വന്ന അദ്ദേഹത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് കേന്ദ്രമന്ത്രിയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, കേന്ദ്രമന്ത്രി ആയിരുന്നാൽ, ഇപ്പൊ കേന്ദ്രമന്ത്രി അല്ല, ഇപ്പൊ ഒരു MP മാത്രം, മലയാളിയാണ്, ഇപ്പൊ MP ആണ്. KC വേണുഗോപാൽ തന്നെയാണ്, ഇല്ലാന്ന് പറഞ്ഞില്ല, മുൻ ഊർജ്ജ വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി AP അനിൽകുമാർ സാറിന്റെ PA നസ്രുള്ളയാണ് എന്നെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നത്. എനിക്ക് AP അനിൽകുമാറിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ആദ്യകാലങ്ങളിൽ എനിക്ക് മോശമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എക്കോ ടൂറിസം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ ഞാൻ 1-2 ഫയൽസ് കൊടുത്തിരുന്നു. ആ ഫയൽസ് ഒപ്പിട്ട് ശരിയായി എന്ന വ്യാജേനയാണ് എന്നെ വിളിച്ചു വരുത്തിയിരുന്നത് റോസ് ഹൗസിലേക്ക്. അല്ല, അങ്ങനെയൊന്നും അല്ല. ഏകദേശം 1 വർഷം നീണ്ട എന്താ പറയാ, കോൾഡ് വാറിന് ശേഷം നടന്നൊരു സംഭവമാണിത്. പക്ഷേ ഡയറക്റ്റായിട്ട് നമ്മൾ ഏകദേശം ഒരു പകയുടെ വക്കിൽ നിൽക്കുന്ന സമയത്താണ് സംസ്ഥാനത്തിലെ ഒരു മന്ത്രി അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കുട പിടിച്ചു കൊടുത്തതെന്ന് എനിക്ക് പറയാനുള്ളൂ. KC വേണുഗോപാലാണ് കോഴിക്കോട്
കോഴിക്കോട് എനർജി മാർട്ട് ഉദ്ഘാടനം ചെയ്യാനിരുന്ന ആദ്യത്തെ ആൾ. അതിന്റെ അപ്പോയിന്റ്മെന്റ് എല്ലാത്തിൻ്റെയും ദൃശ്യങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കോൾ റെക്കോർഡ്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഡീറ്റെയിൽസ് സംസാരിക്കാൻ താല്പര്യമില്ല സഹിൽ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഉറച്ചിരിക്കുന്നു. കാര്യം കേരളത്തിലെ ജനങ്ങൾ നാളെ പിന്നെയും എന്നെ കാർക്കിച്ചു തുപ്പുന്ന ഒരു നിലവാരത്തിലേക്ക് എന്നെ ആക്കരുത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി അതിനകത്തോട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കാനുള്ള മനസ്സിലല്ല. കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. കേസുമായി മല്ലയിലെ ശ്രീധരൻ നായരുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതെ അതെ, അതിന്റെ ദൃശ്യങ്ങളാണുള്ളത്. ഓഡിയോസ് ഇല്ല. കാര്യം ഓഡിയോസിലെ ഡിസ്റ്റൻസ് വെച്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് ഓഡിയോ ക്ലിയർ അല്ല. സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ CM-ന്റെ ഓഫീസിൽ വെച്ച് കാണുന്നതിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എൻ്റെ മൊബൈലിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന ദൃശ്യങ്ങൾ പിന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരുന്നു. അത് ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സംസാരിക്കുന്നതിന്റെ ഓഡിയോ ഉണ്ടോ? ഓഡിയോ ക്ലിയർ അല്ല. കാര്യം ഡിസ്റ്റന്റ് ആണ് എടുത്തത്. ഡിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ അകത്തേക്ക് വന്നിരുന്നുള്ളൂ. ഞാനും ശ്രീധരൻ നായരും ജോപ്പിനും മാത്രമേ ഉള്ളിലേക്ക് വന്നിരുന്നുള്ളൂ. ഞങ്ങൾ ശെൽവരാജ് MLA മറ്റൊരു വ്യക്തിയും നടന്നു പോകുന്ന എന്ന് വെച്ചാൽ അവരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ എൻട്രി ചെയ്യുന്നത്. അപ്പം സാറ് അവിടെ തൊട്ട് ഇങ്ങനെ ലക്ഷ്മി എന്ന് പറഞ്ഞ് സംസാരിക്കാൻ വരുന്നത് തൊട്ട് ഉള്ള കാര്യങ്ങൾ അതെ അതെ അതെ, ചില ഭാഗങ്ങളിൽ ജോപ്പൻ ഉണ്ട്. അതെനിക്ക് അവിടുത്തെ CCTV വർക്ക് ചെയ്യാത്തതാണോ അത് വർക്ക് ചെയ്യിക്കാത്തതാണോ, ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. പക്ഷെ ഞാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി എടുത്തൊരു ഫോട്ടോഗ്രാഫ്. ഇല്ല, അതിന്റെ ഇമേജസ് എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. പക്ഷേ മറ്റൊരാൾ വശമുണ്ടെന്ന് പറഞ്ഞു. ഞാനത് സംസാരിച്ചുകൊണ്ട് അവരുടെ അഭിഭാഷകരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസത്തിനകത്ത് ഇൻ കേസ് ഓൾറെഡി അവർ വന്ന് വില്ലിങ് ആവുകയാണെങ്കിൽ അവർ സബ്മിറ്റ് ചെയ്യും. അതർവൈസ് ഞാൻ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ എൻ്റെ കൗൺസിൽ വരാൻ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അതുമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. കാര്യം നമ്മളൊരെല്ലാം ട്രസ്റ്റ് ചെയ്ത് പണം കൊടുക്കാൻ പോകുമ്പോൾ അതിന് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്, അത്ര ട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ ഇമേജസ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? സരിതയുമായി ബന്ധപ്പെട്ട ആരുടെ കയ്യിലാണോ? ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതൽ പറയില്ല. കാര്യം ഞാൻ ഇനി അങ്ങോട്ടുള്ളൊരു ഡിസ്റ്റർബൻസ്, അവരുടെ ഏക ഡിമാൻഡ് എന്ന് പറയുന്നത് അതാണ്. മറ്റുള്ളവരെ മാധ്യമം ഉൾപ്പെടെയുള്ളിടത്ത് ഫ്രണ്ട് ലൈനിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരത് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം വെദർ ദേ ആർ വില്ലിങ്, ഞാൻ അവരുടെ കൗൺസിലുമായിട്ട് അതൊക്കെ ഓരോ സ്റ്റോറീസ് ആണ്. സ്ഥലം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അല്ല, ആ സമയത്തുണ്ടായിരുന്നവർ മാത്രമല്ല, ആ സമയത്തുണ്ടായിരുന്നവരല്ല, അത് അദ്ദേഹത്തിന്റെ പാളയത്തിൽ തന്നെയുള്ള പടയാണ്. അദ്ദേഹത്തിന്റെ പാളയത്തിൽ തന്നെ ഉണ്ടായിരുന്ന പടയാണ് ആ ഫോട്ടോഗ്രാഫ് അവിടെ എത്തിച്ചത്. അല്ല, ഞാൻ എടുത്ത ഫോട്ടോ അല്ല. അതെ, അത് ഗ്രൂപ്പ് പോരിന്റെ ആണോ അതോ ഒഫീഷ്യൽ പോരിന്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. കാര്യം അവിടെ തന്നെ ഉണ്ടായിരുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്നും മിസ്സായി പോയ പിന്നെ ഇമേജ് ആണത്. എതിർ ഗ്രൂപ്പ് എന്നൊന്നും ഞാൻ പറയില്ല. അവിടെ നിന്ന് തന്നെ ലീക്കായ ഒരു ഫോട്ടോ, അതായത് ഒരാൾ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് സ്പൈ ക്യാമിൽ എടുക്കാമല്ലോ. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ എടുത്ത ആള് വില്ലിങ്നെസ്സോട് കൂടി ഒരാൾക്ക് കൊടുത്തതായിരിക്കാം. എനിക്ക് അതിന്റെ മെറിറ്റും ഡീമെറിറ്റും അല്ലെങ്കിൽ അതിന്റെ സയന്റിഫിക് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കാര്യം ഞാനും കണ്ടു, അത് ഞാൻ ഐഡന്റിഫൈ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാനത്. കാര്യം ഞാൻ ഇതിനോടിടയ്ക്ക് നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം 100 പ്രാവശ്യത്തോളം പറഞ്ഞു, പല ഫേക്ക് വീഡിയോസ് നമ്മുടെ പേരിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോലും ഓടിച്ചെന്ന് പാഞ്ഞു നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ കണ്ടതിലൊരു 90% ഫേക്ക് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഞാൻ ആ കൂടെ മറ്റൊരു 1-2 പേർ, അതായത് ഒരു 4 പേർ ഇങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള വീഡിയോ ഇമേജസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കണ്ടതിൽ ഒന്ന് തോമസ് കൊണ്ടോട്ടിയാണ്. തോമസ് കൊണ്ടോട്ടി ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും ആക്ച്വലി ഹീ ഈസ് എ ക്രിമിനൽ. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഓഫ് എറണാകുളത്ത് ഒരു കേസിലെ മെയിൻ പ്രതിയാണ് അദ്ദേഹം. ഇപ്പോൾ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആണെന്നുള്ളത് കൊണ്ട് മാത്രം കേസിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ അതിന് മറയാക്കിയത് എൻ്റെ കേസുമായി ലിങ്ക് ചെയ്തുമായിരിക്കാം. അതായത് ഞാൻ ഇങ്ങനെയുള്ള എന്നെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നു എന്നുള്ള ഒരു ബേസിന്റെ മണ്ടയ്ക്കാണ് ഈ പറഞ്ഞ തോമസ് കൊണ്ടോട്ടി രക്ഷപ്പെട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ മുഖ്യമന്ത്രി ലൈംഗിക ചൂഷണം ചെയ്ത ഫോട്ടോ എന്ന് സരിത പറഞ്ഞല്ലോ, ഈ നിങ്ങൾ രണ്ടുപേരെല്ലാം പിന്നെ ആരാണ് ഫോട്ടോ എടുക്കുന്നത്? എനിക്കതേപ്പറ്റി അറിയില്ല. ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഇപ്പം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം അതിന് ആധാരം ഇന്നലെ വന്ന ഒരു മെസ്സേജ് തന്നെയാണ്. കാര്യം ഞാൻ മറ്റുള്ളവരുമായി ചേർന്ന്
വ്യാജമായി ദൃശ്യങ്ങൾ ചമയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു വാട്സപ്പ് മൊത്തം പ്രചരിപ്പിച്ച ഒരു മെസ്സേജ് എനിക്കും കിട്ടിയിരുന്നു. ആ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, എൻ്റെ ഇവിടെ കൊടുത്തിരുന്ന ഇവിടെ കമ്മീഷനുണ്ട്, ഇവിടെ കമ്മീഷനോട് ചോദിക്കാം, ഞാൻ ഇവിടെ കൊടുത്ത ഏതെങ്കിലും ഒരു ഓഡിയോ റെക്കോർഡ്സോ ഒരു പ്രൂഫ് ഓഫ് ഫേക്ക്ഡ് ആണോ അതോ അല്ലെങ്കിൽ ഫോർജറി ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത്. ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കളുടെ ഓഡിയോ റെക്കോർഡർ നിങ്ങൾ കുറേ പേര് എയർ ചെയ്തിട്ടുമുണ്ട്. ഏതെങ്കിലും ഒന്ന് ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഡാറ്റ അനലൈസ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റ് ഇവിടെ വന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊഴി വായിച്ച് നോക്കുക, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, ഞാൻ ഏതെങ്കിലും ഒരു ഫേക്ക് കാര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. എനിക്ക് എൻ്റെ ആവശ്യമില്ല, അങ്ങനെയായിരുന്നു നേരത്തെ ചെയ്യാമായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. സലാം, അതിന്റെ ഡിസ്കഷൻ എനിക്ക് താല്പര്യമില്ല. അത് വരട്ടെ, അത് വന്നു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെനിക്കറിയില്ല, ട്രാപ്പ് ചെയ്യപ്പെട്ടതാണോ, അദ്ദേഹം ട്രാപ്പ് ചെയ്യപ്പെട്ടതാണോ അതോ ഞാൻ ട്രാപ്പ് ചെയ്ത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ, അതെനിക്കറിയില്ല. അല്ല, ഞാൻ പകർത്തിയതല്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാനേജർ, അതായത് അന്ന് 48 hours കണ്ടിന്യൂസ് ഫ്യൂവൽ ഹൈക്കിനെതിരായിട്ട് BJPയുടെ ഹർത്താൽ നടക്കുന്ന സ്റ്റേറ്റ് വൈഡ് ഹർത്താൽ നടക്കുന്ന ഡേയിൽ ഫസ്റ്റ് ഡേയിൽ 4 o'clock ഡേറ്റിൻ്റെ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് 4 മണിക്കാണ് എന്നെ അവിടേക്ക് വിളിപ്പിക്കുന്നത്, റോസ് ഹൗസിലേക്ക് വിളിപ്പിക്കുന്നത്. അന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ 2 പോലീസ് ഓഫീസേഴ്സ് ഗേറ്റിൻ്റെ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മന്ത്രിയുടെ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, നസറുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാനേജറും ഡ്രൈവറും കാറ് കുറച്ച് മാറ്റി റോസ് ഹൗസ് നിങ്ങൾക്ക് അറിയാം, കുറച്ച് റൗണ്ട് മാറ്റി വേണം പാർക്ക് ചെയ്യാൻ. മാർക്ക് ചെയ്തിട്ട് ഒരു ഫയലും കൊണ്ട് എടുത്ത് വരുന്ന നേരം കൊണ്ട് എനിക്കിവിടെ ഫ്രീഡം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എൻ്റർ ചെയ്തപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ മന്ത്രിയുടെ നസറുള്ളയെ വിളിച്ചപ്പോൾ മന്ത്രിയുടെ ക്യാബിനിൽ കയറാൻ ചെയ്തത് ഒരു ഹോളാണിത്. ആ ഹോളിൻ്റെ അവിടെ ചെന്ന് മേശപ്പുറത്ത് നോക്കിയപ്പോഴും അവിടെ ഉപ്പിട്ടൊന്നും വെച്ചിരുന്നില്ല. ഞാൻ പിന്നെ ഫോൺ ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹം എൻ്റർ ചെയ്യുകയും ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ബഹളം കേട്ടുകൊണ്ടായിരിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ വേണമെങ്കിൽ റോഡ് വരെ പോയി ബഹളം വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് അദ്ദേഹം ന്യായീകരണം പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ജനൽ വഴി പോയ ഒരു കയറിൻ്റെ വിടവിൽ കൂടി അദ്ദേഹം ഫോട്ടോ എടുത്ത് ഭാവിയിൽ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ കേസ് കൊടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് അത്ര ഇതായിട്ട് തോന്നാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ റോഡിൽ പോയി ബഹളം വെച്ചാലോ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സിനോട് പറഞ്ഞാലോ രക്ഷപ്പെടുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാവുന്നേ ഉള്ളൂ. പകരം എന്നോട് പറഞ്ഞത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു റീസണാണ്. അതായത് അദ്ദേഹത്തിന് 3 പെൺമക്കളുണ്ട്. അപ്പോൾ അത് പുറത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവരുടെ ഭാവിയെ ബാധിക്കും. അകത്ത് നിങ്ങൾ ഒറ്റയ്ക്കായതുകൊണ്ട് നിങ്ങളെ അവർ കൊല്ലാൻ മടിക്കില്ല, അവർ പൊളിറ്റീഷ്യൻസ് ആണെന്നൊക്കെയുള്ള ഫേക്ക് റീസൺസ് ആണ് എൻ്റെ അടുത്ത് വന്നത്. എനിവേ അതോടുകൂടി അവരുമായിട്ടുള്ള റിലേഷൻ ക്ലോസ് ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണ് ഞാൻ വാങ്ങിക്കുകയായിരുന്നു. ആ ദൃശ്യം ഗുണം ചെയ്തു എന്ന് പറഞ്ഞാൽ ലീക്ക് ആകാതിരിക്കാനാണ് അന്ന് ഞാൻ ആ ദൃശ്യം മാറ്റി. എൻ്റെ സ്വകാര്യത ലീക്ക് ആകാതിരിക്കാൻ, എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഹോൾഡ് ചെയ്തത്. പക്ഷേ അതിപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊവോക്ഡ് സിറ്റുവേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനെന്ന് എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നു. അപ്പം ഞാൻ മിണ്ടാതിരുന്നതാണ്. പക്ഷേ നമ്മൾ കമ്മീഷനിൽ ഇങ്ങനെ പെറ്റീഷൻ കൊടുത്തു അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലാണ് KC വേണുഗോപാൽ കേസിന് പോയത്. സോ എനിക്കത് പ്രൂവ് ചെയ്യേണ്ടി വന്നു. ആ ആരോപണം ശരിയാണെന്ന് എനിക്ക് തന്നെ തെളിയിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തു തന്നു. സോ ഐ എം ഹാപ്പി. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിശ്വാസതയില്ല. ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് പീഡിപ്പിക്കുക എന്നുള്ള വാക്ക് ഇപ്പോൾ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ല. എനിക്ക് ആ വാക്കേ ഇഷ്ടമല്ല. AP അനിൽകുമാറിൻ്റെ ഉണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു മന്ത്രിമാരുടെ ഇതില്ല, KC വേണുഗോപാലിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അടൂർ പ്രകാശിൻ്റെ ഇലിസിറ്ററൽ ടോക്ക് കോൺവെർസേഷൻസ് ത്രൂ ഓവർ ഫോൺ അത് ഞാനിവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്തത് ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച് നടന്ന ഒരു ചൂഷണത്തിൻ്റെ കാര്യങ്ങൾ. AP അനിൽകുമാർ യെസ്, അടൂർ പ്രകാശിന് ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു കണ്ടിന്യൂസ്ലി. ഞാൻ എനിക്ക് 1000 പ്രാവശ്യം കള്ളം പറയുന്നവരോട് നമ്മൾ എന്ത് പറയാനാണ്? ഒരേ പല്ലവി തന്നെ പാടുന്നവരോട് ഇത്രയും തെളിവുകൾ വന്നാൽ എന്നാ അന്വേഷിക്കാത്തെന്താ? ഞാൻ പറയുന്ന ആരോപണം തെറ്റാണെങ്കിൽ ഇന്ന് പറയുന്ന കേട്ടു, ഇന്ന് ഏതോ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു എന്ന് പറയുന്ന കേട്ടു, ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി വരുന്ന ഇനിയും ഒരു UDF സർക്കാരിനെ കൂടെ നമ്മൾ പരീക്ഷിക്കുവാണെങ്കിൽ അവർ അന്വേഷണ കമ്മീഷൻ വെക്കുന്നു. അന്ന് നീതി കിട്ടിയാൽ മതിയോ? ഈ 5 വർഷത്തിൽ ഏകദേശം 3.5 വർഷം നീതിക്ക് വേണ്ടി ഇവരെല്ലാം പുറകെ നടന്നതാണ്. അപ്പോഴാരും തന്നില്ലല്ലോ. ഈ ഇലക്ഷൻ്റെ തലേദിവസം എന്തിനാണ് ഇത് ഡിക്ലെയർ ചെയ്തത്, നീതി ഡിക്ലെയർ ചെയ്യുന്നത്? അതുകൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? ഒരർത്ഥവും ഇല്ല, എനിക്ക് തോന്നുന്നില്ല.
അങ്ങനെയാണെങ്കിൽ ഇത് ഏകദേശം 2.5 വർഷമായിട്ട് നടക്കുന്ന ഒരു കോൾഡ് വാറാണ്. ആ കോൾഡ് വാറിനകത്ത് എന്നെ പ്രൊവോക്ക് ചെയ്ത സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. അണ്ടിൽ ആൻഡ് അതർവൈസ് ഞാൻ എപ്പോഴും സൈലന്റ് തന്നെയായിരുന്നു. അതെ, ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് കൊടുക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് എൻ്റെ കോടതി എനിക്കെതിരെ വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ കോടതിയിൽ നോക്ക് ചെയ്തു CBI കേസിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ പിന്നെ ഇൻവോൾവ്മെന്റ് എത്രയുണ്ടെന്ന് പരിശോധിക്കാൻ ഞാൻ CBIയുടെ പിന്നെ പ്രസൻസ് ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോൾ എന്താ ചെയ്തത്? CBIയുടെ പ്രസൻസ് എൻ്റെ വാക്കുകൾക്ക് വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ ആ പുസ്തകം അടയ്ക്കപ്പെട്ടു, ആ വാതിൽ അടയ്ക്കപ്പെട്ടു. അതിനുശേഷമാണ് ഏഷ്യാനെറ്റിലൂടെ ഇത് എയർ ചെയ്തു വന്നത്. എൻ്റെ ലെറ്റർ എയർ ചെയ്തു വന്ന സമയത്ത് എനിക്കെതിരെ മാനനഷ്ട കേസിന് പോയ ഒരു വ്യക്തിക്ക് അപ്പോൾ എനിക്ക് ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കണ്ടേ? അപ്പോൾ എനിക്ക് ആ കൂടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, എനിക്ക് അവൈലബിൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോളാർ കമ്മീഷനാണ്. സോ ഐ യൂസ്ഡ് ദാറ്റ്. കാര്യം എനിക്ക് ബാക്കി കോടതിയിൽ പോയി എനിക്ക് വിശ്വാസ്യതയില്ല എന്നൊരൊറ്റ വാക്കിൽ ഒതുങ്ങുകയാണല്ലോ. അപ്പം ഞാൻ സോളാർ കമ്മീഷൻ യൂസ് ചെയ്തു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവിടെ കൊടുത്തുള്ള എവിഡൻസസുകൾ അങ്ങനെ ഞാൻ ഇലക്ഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇതിന് മുമ്പേ കൊടുക്കണമായിരുന്നു. ഇലക്ഷനെ ബേസ് ചെയ്യാത്തത് കൊണ്ടാണ്, ഞാൻ പൊളിറ്റിക്സ് ഇൻട്രസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ശരിക്കും ഇപ്പോൾ കൊടുത്തത്. കാര്യം എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ഇലക്ഷൻ കഴിഞ്ഞ് ഡിക്ലറേഷൻ ആകും. സോ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിനെ കൂട്ടി വായിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ എൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ ഇലക്ഷന് ശേഷം എന്താവും എനിക്കറിയില്ല. ഭീഷണികൾ എൻ്റെ ഫോൺ കോളിൻ്റെ ഇൻകമിങ് കോൾസിൻ്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും എന്തുമാത്രം ഞാൻ ഹാർഡ്ഷിപ്സിലൂടെയാണ് കടന്ന് ഇവിടെ വന്നിട്ടുള്ളതെന്നുള്ളത്. മാധ്യമപ്രവർത്തകർക്ക് ദൃശ്യങ്ങളൊന്നും ഇല്ല. കാര്യം ദൃശ്യങ്ങൾ എടുക്കാൻ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഫോൺസ് മുഴുവൻ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ബ്രദേഴ്സോ അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആരെങ്കിലും ആയിരിക്കും. അല്ലാതെ ഞാൻ ഈ പറയുന്ന ഒരു ഫോണും ഇപ്പോൾ അറ്റൻഡ് ചെയ്യാറില്ല. അത് നിങ്ങൾക്കും അറിയാം. അണ്ടിൽ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ ലൈനിൽ വരാറുള്ളൂ. കമ്മീഷൻ എനിക്ക് തോന്നുന്നു കമ്മീഷൻ ഇത് കറക്റ്റായിട്ട് അന്വേഷിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവരിത് ഏകദേശം കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ പറഞ്ഞതുപോലെ ഏകദേശം 4 വർഷമായിട്ട് കമ്മീഷനും ഇതിൻ്റെ പുറകെ തന്നെയാണ്. ഏകദേശം 2012, 2013 മിഡിൽ തൊട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു കമ്മീഷനും ഇതിൻ്റെ ബാക്കിൽ തന്നെ ആയതുകൊണ്ട് അവരും വെൽ സ്റ്റഡീഡ് ആണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് എനിക്കവിടെ ഒത്തിരി ഇതൊന്നും പറയേണ്ട ആവശ്യം വന്നില്ല. യെസ്, കമ്മീഷന് വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഡിപ്പോസിഷൻ കൊടുത്ത സമയത്തും ഇതേപോലെ ലാസ്റ്റ് മൊമെന്റുകളിൽ എനിക്ക് വിശ്വാസ്യത വരാത്ത സമയത്ത് ഞാൻ പിന്മാറിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് എൻ്റെ ഭാഗത്തുനിന്ന് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും ഈ ഇലിസിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ യാതൊരു കാര്യങ്ങളും സംസാരിക്കാൻ പോയിട്ടില്ല. പക്ഷേ അതിനെ തുടർന്നും പിന്നെ ഇങ്ങനൊരു കാര്യം വന്നു. പിന്നെ അതിന് മാനനഷ്ട കേസും പോയ ഒരു ബേസിൽ മാത്രമാണ് ഞാൻ ഇതിനെതിരെ അറ്റാക്ക് ചെയ്തത്. അതർവൈസ് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഞാൻ സൈലന്റ് ആണ്. അതെ, തീർച്ചയായിട്ടും അത് കമ്മീഷന്റെ പെർമിഷൻ നാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ വെക്കും. അതിനു മുമ്പ് തന്നെ വേണം മറ്റുള്ളവരുടെ പ്രൈവസിയെ ഇൻട്രൻസ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്നെ കൂടെ തുറന്നു കാണിക്കാനുള്ള മനോധൈര്യമൊന്നും തൊലിക്കട്ടിയൊന്നും ഉമ്മൻചാണ്ടിയിട്ടോട്ട് എനിക്കില്ല. അതെനിക്ക് വന്നിട്ടുമില്ല. ഞാൻ 2 ദിവസം ട്രൈ ചെയ്തു, എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഡിനേ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്സ്, MLAs ഉൾപ്പെടെയുള്ള റിലേഷൻഷിപ്സ് എന്തൊക്കെയാണെന്ന് തുറന്നു കാട്ടാൻ പറ്റിയ ഡോക്യുമെൻറ്റ്സും വീഡിയോസ് ഉണ്ടെങ്കിൽ വീഡിയോസ്, ഇമേജസ് ഉണ്ടെങ്കിൽ ഇമേജസ്, അങ്ങനെയുള്ള ഡിജിറ്റൽ എവിഡൻസസ് ഞാൻ പുറത്തുവിടും. ഇന്നാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു വൈകുന്നേരത്തിനാവും. നാളെ രാവിലെ അത് ചെക്ക് ചെയ്യണം, എന്തായാലും ചെക്ക് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കൊടുത്തിട്ടുള്ള തെളിവുകൾ ചെക്ക് ചെയ്യാനുള്ള ബാധ്യത കമ്മീഷനുണ്ട്. കമ്മീഷൻ അത് ചെക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ബാധ്യത എനിക്കുമുണ്ട്. ഏത് വീഡിയോ ആയിക്കോട്ടെ, അത് പ്രൈവസിയെ ബാധിക്കാത്തത് ഞാൻ പുറത്തുവിടില്ല എന്ന് പറഞ്ഞില്ല സുഹൃത്തെ. ഞാൻ പറഞ്ഞത് എന്താണ്, മറ്റുള്ളവരുടെ പ്രൈവസിയെ ബാധിക്കുന്നതും എൻ്റെ പ്രൈവസിയെ ബാധിക്കുന്നതും ഞാൻ വിടില്ല. അത് തീർച്ചയായിട്ടും പുറത്തുവിടില്ല എന്ന് പറയില്ല. കൂടിയ ശീഘ്രം, അത്രേ പറയുന്നുള്ളൂ. കൂടിയ ശീഘ്രം, അതായത് ചിലപ്പോൾ ഇന്നായിരിക്കും, പറയാൻ പറ്റില്ല. ശരി, ഓക്കെ.